നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാനിലെ ചബഹാർ തുറമുഖം 10 വർഷത്തേക്ക് പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് ഭാരതത്തിന്റെ വലിയ നേട്ടമാകും. തന്ത്രപരമായും പ്രാധാന്യമുള്ള തുറമുഖമാണ് ഇതെന്നതാണ് കാരണം. നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ വിജയം കൂടിയാണിത്. ഇറാനിലെ നിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. ഭാരതത്തോട് ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖം. വളരെ എളുപ്പത്തിൽ കൂറ്റൻ ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന കടൽ മേഖല. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന കാലത്താണ് തുറമുഖം അന്താരാഷ്ട്ര ചരക്ക് യാത്രാ ഇടനാഴിയായി വികസിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടത്. ഭാരതവും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലായിരുന്നു കരാർ. ഇറാനുമായി ചേർന്ന് ഭാരതമാണ് ഇത് വികസിപ്പിക്കുന്നത്. ഷഹീദ് ബഹസ്തി ടെർമിനലാണ് ആദ്യത്തേത്. ഇതിനകം ഭാരതം 6 മൊബൈൽ ക്രെയിനുകളും 2 140 ടൺ ശേഷിയുള്ളവയും 4 100 ടൺ ശേഷിയുള്ളവയും $25 ദശലക്ഷം വിലയുള്ള മറ്റു ഉപകരണങ്ങളും ഇവിടെ സ്ഥാപിക്കാൻ ഇറാന് നൽകി കഴിഞ്ഞു. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനി തങ്ങളുടെ സബ്സിഡിയറിയായ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ചബഹാർ ഫ്രീ സോൺ വഴി 2018 ഇവിടെ പ്രവർത്തനവും തുടങ്ങി. ഇതിനകം 90,000 TEU കണ്ടെയ്നറുകൾ 8.8 മില്യൺ മെട്രിക് ടൺ ചരക്കുകളും കൈകാര്യം ചെയ്തു കഴിഞ്ഞു. കോവിഡ് കാലത്ത് മനുഷ്യത്വപരമായ സഹായങ്ങളും ഭാരതം ചബഹാർ വഴി എത്തിച്ചു. ഇതിനകം 2,000 ടൺ ധാന്യങ്ങളും 25 ലക്ഷം ടൺ ഗോതമ്പും ഭാരതം ചബഹാർ വഴി അഫ്ഗാനിസ്ഥാന് നൽകി. ഇറാനിലെ വെട്ടുക്കിളി ശല്യം ഉന്മൂലനം ചെയ്യാൻ ഭാരതം ഇറാന് 40,000 ടൺ മാലത്തിയോൺ എത്തിച്ചതും ഈ തുറമുഖം വഴിയാണ്. 2023 ഓഗസ്റ്റിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് റെയ്സിയുമായി ദീർഘകാല കരാർ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകൾക്ക് ഒടുവിലാണ് തുറമുഖം പ്രവർത്തിപ്പിക്കാൻ ഭാരതത്തിന് ദീർഘകാല കരാർ നൽകാൻ തത്വത്തിൽ തീരുമാനിച്ചത്. അത് പ്രാവർത്തികമായി. ഭാരത കമ്പനിയായ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് തുറമുഖം കൂടുതൽ വികസിപ്പിച്ച് പ്രവർത്തിപ്പിക്കും. അവർ $120 ദശലക്ഷം ആകും ഇവിടെ നിക്ഷേപിക്കുക. ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭാരതം 250 ദശലക്ഷം ഇന്ത്യൻ രൂപയുടെ വായ്പയും അനുവദിക്കും. ചൈനയ്ക്കും പാകിസ്ഥാനും അടുത്തുള്ള തുറമുഖം 10 വർഷത്തേക്ക് ഭാരതത്തിന് കിട്ടുന്നത് തന്ത്രപരമായി വലിയ നേട്ടം തന്നെയാണ്. ഒപ്പം മോദി സർക്കാരിന്റെ വലിയ വിജയവും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.